3D ഹോം ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടിപ്സ്, അതായത് നിങ്ങളൊരു ഫയൽ 3D Max ഫയൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും ഇതുപോലത്തെ സിറ്റുവേഷൻ. അതായത് കൺട്രോൾ സെറ്റോ അല്ലെങ്കിൽ വൈറസ് പ്രോബ്ലം മൂലമോ നിങ്ങൾ 3D Max ഓപ്പൺ ആക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. അത് എങ്ങനെ പരിഹരിക്കാം എന്നതാണ് ഇന്നത്തെ ടിപ്സിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മളൊരു ഫയൽ ഇവിടെ എടുത്തിരിക്കുന്നു. ഒരു കിച്ചണിൻ്റെ ഒരു ഫയലാണ്, 3D Max ഫയലാണ്. അപ്പോൾ ഇത് കൺട്രോൾ എസ് അടിച്ചാൽ കൺട്രോൾ സേവ് ആവും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓരോ പോർഷനും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതായത് 3D Maxൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ 10 മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അടിക്കടി നമുക്ക് തോന്നുന്ന ടൈമിലൊക്കെ നമ്മൾ സേവ് അടിക്കും. ആ സേവ് ചെയ്യുന്നത് നമ്മൾ ഒരൊറ്റ ഫയലായിട്ടായിരിക്കും സാധാരണ നമ്മൾ സേവ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് ഇവിടെ ഒരുപാട്, ആ കിച്ചണിലെ ഫയലാണ് 10 വരെ ഞാൻ സേവ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തു വെച്ചാൽ, അതേപോലെ തന്നെ ഇതെങ്ങനെ ചെയ്യാമെന്നതും ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞു തരാം. അത് പിന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുകയുള്ളൂ. ഇനി നമുക്ക് ഈ ടിപ്സിലേക്ക് കിടക്കാം. അതായത് നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാനിവിടെ ആ കിച്ചൻ്റെ ഫയൽ 1 to 10 വരെ സേവ് ചെയ്ത് വെച്ചിരുന്നു. അതായത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി കൺട്രോൾ സേവ് ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ 10 മിനിറ്റോ 5 മിനിറ്റോ കൂടുമ്പോൾ നമ്മൾ സേവ് ചെയ്യും. അത് ഒറ്റ സേവിങ്ങിലാണ് നമ്മൾ അവസാനിക്കല്. പക്ഷേ ഇവിടെ ഞാൻ ഇങ്ങനെ ചെയ്തത് ഓരോ സേവിലും ഓരോ ഫയൽ ഇവിടെ രൂപപ്പെടുന്നതായിട്ട് കാണാവുന്നതാണ്. അത് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. പിന്നെ അതിന് ശേഷം അത് എങ്ങനെ ചെയ്യാമെന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ 10 വരെ ഓൾറെഡി ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടി കാണാൻ വേണ്ടിയാണ്. ഇനി വീണ്ടും കൺട്രോൾ എക്സ് അടിക്കുകയാണ്, സേവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ സേവ് ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഇനി നമ്മൾ ആ ഫോൾഡർ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കിച്ചൺ 11 എന്ന ഒരു ഫയലും കൂടി സേവ് ആകുന്നതായിട്ട് കാണാവുന്നതാണ്. കണ്ടോ, സേവ് ആയി. വീണ്ടും നിങ്ങൾക്ക് മനസ്സിലാൻ കൺട്രോൾ എക്സ് വീണ്ടും സേവ് ആക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നേരത്തെ 10 വരെ ആയിരുന്നു കാണിച്ചിരുന്നത്. ഇപ്പോൾ 2 സേവ് കൊടുത്തപ്പോൾ ഇവിടെ 11, 12 എന്ന ഫയലും കൂടി രൂപപ്പെട്ടതായിട്ട് കാണുന്നു. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ, ഇങ്ങനെ ചെയ്തു വെച്ചാൽ നമുക്ക് നേരത്തെ കാണിച്ചു തന്ന പോലെ, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കൺട്രോൾ സെറ്റോ അങ്ങനെ എന്തെങ്കിലും ആ 3D Maxൽ എറർ സംഭവിച്ചാൽ, അതേപോലെ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു എറർ സംഭവിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കപ്പ് ഫയലായിട്ട്, ഇപ്പോൾ 12ാമത്തെ ഫയലാണ് നമ്മൾ ആ എറർ സംഭവിച്ചതെങ്കിൽ നമുക്ക് അതിൻ്റെ തൊട്ട് മുന്നത്തെ ഫയൽ നമുക്ക് ഓപ്പൺ ആക്കിയാൽ അത് എററില്ലാതെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. നമ്മൾ സാധാരണ സേവ് ചെയ്യുന്നത് പോലെ ചെയ്താൽ, അതായത് ഒരൊറ്റ ഫയലിൽ സേവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ എറർ സംഭവിക്കാവുന്നതാണ്. അതേപോലെ തന്നെ അപ്പോൾ അതില്ലാതാക്കാനാണ് ഇങ്ങനെ നമ്മൾ സേവ് ചെയ്ത് വെക്കണേ. അതേപോലെ തന്നെ നിങ്ങൾ റെൻഡറൊക്കെ ചെയ്തതിന് ശേഷം, ആ വർക്ക് ഫിനിഷ് ആയതിനു ശേഷം നിങ്ങൾ അവസാനത്തെ 2 ഫയൽ അവിടെ നിലനിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാ ഫയലുകളും ഡിലീറ്റ് ചെയ്ത് നമുക്ക് സ്റ്റോറേജ് സ്പേസ് പരിഹരിക്കാവുന്നതാണ്. അത് ഇങ്ങനെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ 1 by 1 ആയിട്ട് സേവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഇനി നമുക്ക് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. അപ്പോൾ കസ്റ്റമൈസ് എന്ന ഓപ്ഷൻ കാണും.
ആ കസ്റ്റമൈസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഏറ്റവും താഴത്തായിട്ട് പ്രിഫറൻസ് എന്ന ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രിഫറൻസ് സെറ്റിങ്സ് എന്ന ഒരു ബ്ലാക്ക് ബോക്സ് ഓപ്പൺ ആയതായിട്ട് സ്ക്രീനിൽ കാണാവുന്നതാണ്. അതിൽ നിങ്ങൾ ഇൻക്രിമെൻറ്റ് സേവ് എന്ന ഓപ്ഷൻ കാണാം, അത് അവിടെ ടിക്ക് അല്ലെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. എന്നിട്ടൊന്ന് സേവ് ചെയ്ത് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനിവിടെ Ctrl+S അടിച്ച് സേവ് ചെയ്തു. ഇനി നമുക്ക് ആ ഫോൾഡർ നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 13ാമത്തെ ഒരു ഫയലും കൂടി ഇവിടെ സേവ് ആകുന്നതായിട്ട് കാണാവുന്നതാണ്. ഓക്കെ യൂസ്. അപ്പോൾ ഇവിടെ ഫയല് വന്നിട്ടുണ്ട് 13ാമത്തെ. അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് Ctrl+സേവ് അടിക്കുന്നത് മൂലം നമുക്ക് 1 by 1 ആയിട്ട് സേവ് ആകുന്നതായിട്ട് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത പുതിയൊരു ടിപ്സുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.